ഇത് ബോൾഗാട്ടി ലൊക്കേഷനാണ് കിടക്കുന്നത്. ഇത് ബോൾഗാട്ടിയാണ്. ഇവിടെ ധാരാളം പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുള്ള ഒരു ലൊക്കേഷൻ. ഇത് ബോൾഗാട്ടി പാലസ് ആണ് കാണുന്നത്. ഏനാ ബോൾഗാട്ടി पैलेस है. ബോൾഗാട്ടി പാലസ് जो डच वाले ने बनाया था इसको. നമ്മൾ വെള്ളി നക്ഷത്രം അതുപോലെ മൈ ബോസ് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ബോൾഗാട്ടി എന്ന് പറഞ്ഞ ലൊക്കേഷൻ. എന്നിരുന്നാൽ ഇത് ബേസിക്കലി ഇത് മുളവുകാട് ഐലൻഡാണ്. ദിസ് ഐലൻഡ് മുളവുകാട് ഐലൻഡ് ആൻഡ് 24,000 people belong to this island. 24,000 people belong to this island. This basically this island location is only named only the ഗോശ്രീ ദ്വീപുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദ്വീപുകളിൽ ഫസ്റ്റാണ് ഈ ലൊക്കേഷൻ. ഗോശ്രീ ദ്വീപുകൾ. कोई बोलने से फायदा नहीं है. आप लोग कहाँ से हैं? बेंगलुरु से. और कौन कितना भी हिंदी वासी कोई मलयालम नहीं जानता है, मैं हिंदी में बात कर सकता है. और आंध्रा वही. आप कितना लोग हैं? हिंदी बोलने से चलेगा ना? ठीक है. और मलयाली से वरना मलयाली सानो तुम मलयाली सानो. ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഇത് लुलु ग्रुप कंट्रोल ചെയ്യുന്നതാണ്. देखो लुलु है ना, वो लोग कंट्रोल कर रहा है इसको. तो इनके अंडर में है. 1 घंटे के हिसाब से जो पैसा लेता है लोग. ഫൈവ് സ്റ്റാർ ഹോട്ടൽ. ഈ ഗോശ്രീ ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന പാലങ്ങളാണ് ഈ ഗോശ്രീ പാലങ്ങൾ എന്ന പേരിലറിയുന്നത്. तो इधर ये 3 आइलैंड्स है, तीनों को कनेक्ट किया हुआ ब्रिड्जेस है. तो ആദ്യത്തെ ഒരു പാലം നിങ്ങൾ കണ്ടു കാണും. ഗോശ്രീ പാലം എറണാകുളത്തെയും ബോൾഗാട്ടിയും കണക്ട് ചെയ്ത പാലം. ഇത് രണ്ടാമത്തെ ഒരു പാലമാണിത്. കണ്ടെയ്നർ ടെർമിനൽ ഡപ്പള്ളി ലൊക്കേഷൻ. അപ്പോൾ വേമ്പനാടൻ റെയിൽവേ ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാലമാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഒരു റെയിൽവേ ബ്രിഡ്ജാണിത്. കണ്ടെയ്നർ പർപ്പസിന് വേണ്ടി കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി